പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാ ഉണരു യുവതയെ നീ ഒന്നിച്ചൊന്ന ചേരാം സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാൻഡോ മിഷൻ ക്രിസ്ത്യനിലേക്ക് ഏവർക്കും സ്വാഗതം. ബാക്കി നിൽക്കുന്ന 3 പാർട്ടിസിപ്പൻസിനായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും സമ്മാനങ്ങളുമായി MSTയുടെ പ്രേഷിത വാഹിനി ഇന്ന് എത്തി നിൽക്കുന്നത് മാനന്തവാടി രൂപതയിലെ സുൽത്താൻ ബത്തേരി അസംഷൻ ഫൊറോന ദേവാലയത്തിലാണ്. കൃപ നിറഞ്ഞവളും അനുഗ്രഹീതയുമായ സ്വർഗാരോപിത മാതാവിന്റെ നാമധേയത്തിലുള്ള ബത്തേരി പട്ടണത്തിന്റെ തിലകക്കുറിയായി നിൽക്കുന്ന അസംഷൻ ഫൊറോന ചർച്ച് വിസ്തീർണം കൊണ്ടും അംഗസംഖ്യ കൊണ്ടും സ്ഥാപനങ്ങൾ കൊണ്ടും മാനന്തവാടി രൂപതയിലെ പ്രഥമ സ്ഥാനത്താണ് ഈ ഇടവക. ഈ സമയം നമുക്കൊരാശംസയായാലോ? MSTയുടെ പ്രേഷിത വാഹിനിക്ക് മാനന്തവാടി രൂപതയിലേക്ക് വഴി വെട്ടിത്തെളിയിച്ച ഒരു സ്നേഹ വൈദികൻ. മാനന്തവാടി രൂപതയുടെ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ഡയറക്ടർ ഫാദർ മനോജ് അമ്പലത്തിങ്കിൽ വളരെ സ്നേഹത്തോടെ അച്ഛനെ ഞങ്ങൾ പ്രേഷിത വാഹിനിയുടെ അടുത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണെന്ന് മാമോദീസായിലൂടെ ഈ സഭയിൽ അംഗങ്ങളാകുന്നവരെല്ലാവരും പ്രേക്ഷിതരാണ് എന്ന അവബോധം ചെറുപ്പത്തിലെ കുഞ്ഞു മക്കൾക്ക് കൊടുക്കുന്ന സംഘടനയാണ് ചെറുപുഷ്പ മിഷൻ ലീഗ്. ഈ പ്രേക്ഷിത ഭാവം ഹൃദയത്തിലേറ്റുന്ന രൂപതയാണ് മാനന്തവാടി രൂപത. 50 വർഷം മുമ്പ് ഒരു മിഷൻ രൂപതയായി ജന്മമെടുത്ത് വളർന്ന് ഈ ചെറിയ കാലഘട്ടത്തിൽ തന്നെ 2 മിഷൻ രൂപതകൾക്ക് മണ്ടിയായിക്കും ഭദ്രാവതിക്കും ജന്മം കൊടുക്കുവാനും ഇപ്പോൾ അങ്ങ് ദൂരെ പഞ്ചാബിൽ മിഷൻ പ്രവർത്തനം നടത്തുവാനും ഭാഗ്യം ലഭിച്ച ഒരു രൂപത. ഈ പ്രോഗ്രാമിലൂടെ പ്രേക്ഷിത പ്രചോദനമാകാൻ, പ്രേക്ഷിത തലത്തിൽ പുതിയ ഉണർത്തുപാട്ടാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിമാനമാണ് മാനന്തവാടി രൂപത, ആവേശമാണ് ചെറുപുഷ്പ മിഷൻ ലീഗ്. അച്ഛന്റെ ആത്മാർത്ഥമായ സ്നേഹത്തിനും ആശംസയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമുക്ക് ക്രിസ്ത്യൻമിനുള്ള ആശംസകളൊക്കെയായി, ഇനി പാർട്ടിസിപ്പൻസ് വേണ്ടേ? നമുക്ക് 3 പാർട്ടിസിപ്പൻസ് അല്ലേ ഇനി ബാക്കി. എന്നാൽ വളരെ സ്നേഹത്തോടെ നമുക്ക് അവരെ പ്രേക്ഷിത വാഹിനിയുടെ അടുത്തേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. നമ്മുടെ 3 പാർട്ടിസിപ്പൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ 3 പേരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ഈ സന്തോഷം ഒട്ടും കുറയ്ക്കണ്ട. വേഗം തന്നെ നമുക്ക് അടുത്ത ഗെയിം കൊടുത്ത് ഈ 3 പേരിൽ നിന്നും ആരാണ് അടുത്തതായി പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത് എന്ന് കണ്ടുപിടിക്കാം. നിങ്ങൾ റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഗെയിം ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഗെയിമാണ്. വിശുദ്ധ ബൈബിളിലെ ഒരു പുസ്തകവും അധ്യായവും വാക്യവും ഞങ്ങൾ പറയും.
അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുകയും ആദ്യം തന്നെ കൈപൊക്കുകയും ചെയ്യുന്ന ആളായിരിക്കും അടുത്തതായി നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാനായിട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? അത് വായിക്കുകയും വേണം. കണ്ടുപിടിച്ചതിന് ശേഷം കൈപൊക്കണം, അതിനുശേഷം നമുക്ക് വായിക്കാം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോട്ടെ. വിശുദ്ധ പൗലോസ് ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം. ഓഡിയൻസ് ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ആദ്യം കൈപൊക്കി നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് നിൽക്കുന്നുണ്ട്. നമുക്ക് ഏതാണ് ആ ബൈബിൾ ഭാഗം എന്നൊന്ന് വായിച്ചു കേട്ടാലോ? നിങ്ങൾ തയ്യാറല്ലേ? നമുക്ക് ആ ബൈബിൾ വാക്യം ഒന്ന് വായിച്ചു കേട്ടാലോ? എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പറയുന്നൊരു ഭാഗമാണ് സലോണ വായിച്ചത്. നല്ലൊരു കയ്യടി കൊടുത്തേ. അടുത്തതായിട്ട് സലോണയാണ് പ്രേക്ഷിത വാഹനിൽ കയറാൻ പോകുന്നത്. സലോണ, ചോദ്യങ്ങൾ കേൾക്കാനും ഉത്തരങ്ങൾ പറയാനും സമ്മാനങ്ങൾ കൊണ്ടുപോകാനും റെഡിയല്ലേ? റെഡിയാണ്. സലോണ റെഡിയാണ്. പക്ഷെ സലോണയെ കുറച്ച് നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? പരിചയപ്പെടണം. സലോണയുടെ നല്ലൊരു പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് കണ്ടാലോ? എൻ്റെ പേര് സലോന ജോൺ. ഞാനിപ്പോൾ ഉള്ളത് കർഷകരുടെ നാടായ വയനാട്ടിലാണ്. വയനാട്ടിൽ തന്നെ ഏറ്റവും നല്ല കൃഷിക്കാരുള്ള ഞങ്ങളുടെ സ്വന്തം നാടായ വാഴവെറ്റയിൽ. ഇവിടെ ഒരുപാട് തരം കൃഷികളുണ്ട്. വാഴ, കപ്പ, ഇഞ്ചി, അങ്ങനെ പലതരം. എനിക്ക് കൃഷിയും കൃഷിക്കാരുമാണ് ഏറ്റവും ഇഷ്ടം. ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ 5 പേരാണുള്ളത്. പപ്പ, മമ്മ, 2 ചേട്ടന്മാർ. ഇവിടെ ആയിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമായി ഞാൻ കരുതുന്നത് എൻ്റെ ഫാമിലിയാണ്. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ എൻ്റെ ഹോബി ചെടി നടുക, വായിക്കുക, അങ്ങനെയൊക്കെയാണ്. സലോണയുടെ പ്രൊഫൈല് നമ്മൾ കണ്ടു. പക്ഷേ സലോണയുടെ ഹോബീസ് എന്താണ്, എന്താ ചെയ്യുന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട്, അതൊക്കെ നമുക്ക് കൂടുതലായിട്ട് അറിയണം. അതിനു മുൻപ് നമുക്ക് ക്വിസ് സ്റ്റാർട്ട് ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ പ്രേക്ഷിത വാഹനത്തിൽ ഓടി കയറിക്കോളൂ. ഒട്ടും താമസിക്കേണ്ട. റൂൾസ് എല്ലാം അറിയില്ലേ? അറിയാം. നമുക്ക് വേഗം ചോദ്യത്തിലേക്ക് പോയാലോ? 4 റൗണ്ടുകളാണ് ഉള്ളത്. ഈ 4 റൗണ്ടുകൾ ജെറുസലേം, ആദ്ജൻഡസ്, ജെറീക്കോ, മാർക്കം. ഈ 4 റൗണ്ടിൽ ഏത് റൗണ്ടാണ് സലോണയ്ക്ക് ആദ്യം വേണ്ടത്? ജെറുസലേം. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ജെറുസലേം റൗണ്ടിൽ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യനും ജെറുസലേം റൗണ്ടിൽ വരുന്നതാണ്. ചോദ്യം കണ്ടാലോ? മൈലാപ്പൂരിൽ പേർഷ്യൻ കുരിശ് കണ്ടെത്തിയത് എന്ന്. 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. 1447, 1547, 1997, 1693. 1547. 1547 മൈലാപ്പൂരിൽ പേർഷ്യൻ കുരിശ് കണ്ടെത്തിയത്. ഉറപ്പാണ്? നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ആൻസർ ചെക്ക് ചെയ്യാം. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. അങ്ങനെ ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ റൗണ്ടിൽ ഒരു ഡയറക്റ്റ് ചോദ്യം കൂടി ബാക്കിയുണ്ട്. ആ ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ഫ്രാൻസിസ് സേവിയർ ഇന്ത്യയിൽ എത്തിയത് എന്ന്. 1542 മെയ് 6. 1542 മെയ് 6 ഫ്രാൻസിസ് സേവിയർ ഇന്ത്യയിൽ എത്തിയത്. ആണോ? ഉറപ്പാണ്?
ഉറപ്പാണ്. ഒട്ടും ചിന്തിക്കാണ്ടോ ഉത്തരം പറയുന്നത്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ആൻസർ ചെക്ക് ചെയ്യാം. 1542 മെയ് മാസം 6-ാം തീയതി. ഉത്തരം ശരിയാണ്. അങ്ങനെ ആദ്യത്തെ റൗണ്ടില് 2 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ട താമസം, 2 ചോദ്യത്തിനും മിടുക്കിയായിട്ട് ആൻസർ പറഞ്ഞു. 2 ആൻസറും കറക്റ്റ് ആണ്. അപ്പൊ ഈ റൗണ്ടിന് സമ്മാനം വേണ്ടേ? ആ സമ്മാനം നമുക്ക് സലോണയ്ക്ക് കൊടുക്കാം. അടുത്ത റൗണ്ടിലേക്ക് നോക്കിയാലോ? നോക്കാം. അവശേഷിക്കുന്നത് 3 റൗണ്ടാണ്. 8th റൗണ്ടാണ് സലോണയ്ക്ക് അടുത്തതായിട്ട് വേണ്ടത്. ജെറിക്കോ. വിഷ്വൽ റൗണ്ടാണ് ജെറിക്കോ റൗണ്ട്. പൊതുവേ നമ്മളൊരു വീഡിയോ കാണിക്കും. ആ വീഡിയോയിൽ നിന്നിട്ടാണ് സലോണയ്ക്കുള്ള ചോദ്യം വരുന്നത്. പക്ഷേ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് നമുക്ക് ഒരു മിഷൻ അനുഭവം ഷെയർ ചെയ്യാനായിട്ട് ഒരു വൈദികൻ എത്തിയിട്ടുണ്ട്. ആഫ്രിക്കയിൽ ഒത്തിരി നാൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ഫാദർ ബിജു പുല്ലാപ്പള്ളിയിൽ MST വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ പ്രേക്ഷിത വാഹിനിയുടെ അടുത്തേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ബിജു പുല്ലാപ്പള്ളിയിൽ ജോസഫ്. ഞാൻ MST മിഷണറി അംഗമാണ്. കഴിഞ്ഞ 16 വർഷമായിട്ട് ആഫ്രിക്കയിലെ ടാൻസാനിയ എന്ന രാജ്യത്ത് വർക്ക് ചെയ്യുകയാണ്. ഞാൻ ആദ്യം ചെന്നത് സോങ്കെ എന്ന രൂപതയിലാണ്. അവിടുന്ന് 4 വർഷത്തെ ജോലിക്ക് ശേഷം ഡർസലാം എന്ന അതിരൂപതയിൽ കഴിഞ്ഞ 12 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. അതിരൂപതയിൽ ഞാൻ പുതിയ ഇടവക തുടങ്ങി. ആ ഇടവകയിലെ പേര് മഡാലയാണ്, മാതാവിൻ്റെ പേരിലുള്ള ഇടവകയാണ്. എൻ്റെ ഇടവകയിൽ ഏകദേശം 2000 വീട്ടുകാരുണ്ട്. 3 പള്ളികളുണ്ട്. ഞങ്ങൾ 2 അച്ഛന്മാർ വർക്ക് ചെയ്യുന്നു. വളരെ സന്തോഷപരമായിട്ട് ജീവിക്കാൻ പറ്റിയ, മിഷണറി ജീവിതം നയിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ടാൻസാനിയ. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. അവിടെ ഒത്തിരി പേരുടെ സഹായം ആവശ്യമുണ്ട്, പ്രാർത്ഥനയുണ്ട്, വൈദികരുടെ ആവശ്യമുണ്ട്. പല സ്ഥലത്തും വർഷത്തിൽ ഒരു പ്രാവശ്യം കുർബാന ലഭിക്കുകയുള്ളൂ. കൂടുതൽ വൈദികരെയും കൂടുതൽ മിഷണറിമാരെയും വളർന്നു വരുന്ന ആഫ്രിക്കൻ സഭയിൽ ആവശ്യമുണ്ട്. അച്ഛൻ്റെ അനുഭവമാണ് സലോണയ്ക്ക് നമ്മൾ ചോദ്യമായിട്ട് തരുന്നത്. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരുന്നില്ലേ? അതിൽ നിന്നാണ് സലോണയ്ക്കുള്ള ചോദ്യം വരുന്നത്. ചോദ്യം കണ്ടാലോ? ഫാദർ ബിജു പുല്ലാപ്പള്ളിയിൽ MST എത്ര വർഷമായി ആഫ്രിക്കയിൽ സേവനം ചെയ്യുന്നു? ഇപ്പോൾ സേവനം ചെയ്യുന്ന രൂപതയുടെ പേര് എന്ത്? 16 വർഷമായിട്ട് സേവനം ചെയ്യുന്ന രൂപത ദർസ്ലയമാണ് എന്ന് തോന്നുന്നു. 16 വർഷമായിട്ട് സേവനം ചെയ്യുകയാണെന്ന് അത് ഉറപ്പാണ് അല്ലേ? ചെക്ക് ചെയ്യട്ടെ ആൻസർ. അതോ ഒന്നും കൂടെ ആലോചിക്കണോ? അതേ അറിയുള്ളൂ. എന്ന് നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. 16 വർഷം ജെറുസലേം രൂപതയാണ്. ഉത്തരം കറക്റ്റ് ആണ്. നമുക്ക് ആ സമ്മാനം കൊടുത്താലോ? അങ്ങനെ 2 റൗണ്ട് സലോണയുടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി സലോണ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. കാരണം ഇത്രയും നേരം സന്തോഷിച്ച് സലോണയ്ക്ക് വേണ്ട സപ്പോർട്ടൊക്കെ തന്നിരുന്ന നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഡിയൻസ് റൗണ്ട്. ചോദ്യം വേണ്ടേ നിങ്ങൾക്ക്? ചോദ്യം ഇതാണ്: ഏത് കാലഘട്ടത്തിലാണ് ബത്തേരി അസംഷൻ ഇടവകയിൽ ചെറുപുഷ്പ മിഷൻ ലീഗ് ആരംഭിക്കുന്നത്? എല്ലാവർക്കും ഉത്തരം അറിയാം. കാരണം ചെറുപുഷ്പ മിഷൻ ലീഗിൽ ഒത്തിരി കുട്ടികളുണ്ട്. അവർ വളരെ വൈബ്രൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു പള്ളി കൂടെയാണ് നമ്മളുടെ അസംഷൻ ഫൊറോന ചർച്ച്. അപ്പോൾ ഉത്തരം എവിടെ നിന്നാണെങ്കിലും വരും, എനിക്ക് ഉറപ്പാണ്. കുറേ പേര് ചിന്തിക്കുക, ഡിസ്കസ് ചെയ്യുക. അവിടെ ഇരിക്കുന്ന ചേട്ടന്മാരൊക്കെ മക്കളാണെന്ന് തോന്നുന്നു. നമ്മുടെ യുവജനങ്ങളെയൊക്കെ നോക്കുന്നുണ്ട്. പോയി പറയാടാന്ന് പറഞ്ഞു. അറിയില്ല, അതോ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണോ മിണ്ടാതിരിക്കുന്നത്? ഏകദേശമെങ്കിലും കുറച്ച് അടുത്തെങ്കിലും എത്തുന്ന ഒരു ഉത്തരം പറഞ്ഞു നോക്കിയത് സമ്മാനം കിട്ടും കേട്ടോ. ഇതിവിടെ നിറയെ സമ്മാനങ്ങളാണ്. ചേട്ടന്മാര് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി വെയിറ്റ് ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഓടി വരാം. ഒരു കാര്യം ചെയ്യാം, ബത്തേരിയിലെ ചെറുപുഷ്പ മിഷൻ ലീഗ് സ്ഥാപിതമായ വർഷം പറഞ്ഞിട്ട് ആ സമ്മാനം നമുക്ക് അങ്ങ് എടുക്കാം. ഞങ്ങൾ കൊണ്ടുപോവാം. നമുക്ക് ഉറപ്പാണല്ലോ? ഇനിയില്ലല്ലോ? ഇല്ല, ഞങ്ങൾ കൊണ്ടുപോകട്ടെ. സിസ്റ്റർ സമ്മതിച്ചിട്ടുണ്ട്. നമ്മളോട് സ്നേഹം കൊണ്ട്. അവർക്ക് അറിയില്ല അങ്ങോട്ടല്ല അല്ലേ? ആൻസർ 1961 1962 കാലഘട്ടത്തിലാണ്.
എന്താണ് കൈയടിച്ച്? ഞങ്ങൾ ആൻസർ പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? അവശേഷിക്കുന്നത് 2 റൗണ്ടാണ്. ഇതിലേത് റൗണ്ടാണ് സെലോൺ അടുത്തതായിട്ട് ചൂസ് ചെയ്യുന്നത്? അഡ്ജൻഡസ്. തോമസ് ലേഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ട്, സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. മനസ്സിലായില്ലേ? ഏതാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? മിഷൻ. മിഷൻ ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആധുനിക മിഷൻ പ്രവർത്തനത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഡിഗ്രി ഏത്? 4 ഓപ്ഷനാണ് ഉള്ളത്. ലൂമൻ ജെൻസിയും, റിഡംതോറിസ് മിസിയോ, എക്ലേഷ്യ ഇൻ ഏഷ്യ, ആദ് ജെന്തസ്. ആദ് ജെന്തസ് ഉറപ്പാണ്? ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ലല്ലോ. എന്ന് ആൻസർ ചെക്ക് ചെയ്താലോ? ആൻസർ ചെക്ക് ചെയ്യാം. ആദ് ജെന്തസ്. കൺഗ്രാറ്റുലേഷൻസ്, ഇതും ശരിയാണ്. ഈ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു ചോദ്യം ബാക്കിയുണ്ട്, അത് ഡയറക്റ്റ് ചോദ്യമാണ്. ആ ചോദ്യം നോക്കാം. 7 പള്ളികളിൽ തൃക്പാലേശ്വർ എന്ന് കൂടി അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത്? 7 പള്ളികളിൽ തൃക്പാലേശ്വർ എന്ന് കൂടി അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത്? നിരണമാണ്. ആണോ? ആയിരിക്കും. ചെറിയൊരു സംശയമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഉറപ്പിച്ചാലോ? നിരണം. ഉറപ്പിക്കാം. എന്ന് ആൻസർ ചെക്ക് ചെയ്യാം. നിരണം ഉത്തരം ശരിയാണ്. സലോണ അവിടുന്ന് ശ്വാസമൊക്കെ വിടാണ്, ഭാഗ്യം ആലോചിച്ച് വേറെ ഉത്തരം കിട്ടാഞ്ഞതല്ലേ. എന്തായാലും ഈ റൗണ്ടിൽ 2 ചോദ്യങ്ങളും സലോണ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സമ്മാനം നേടിയിരിക്കുകയാണ്. ഒരു നല്ല കയ്യടി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ആ സമ്മാനവും അങ്ങ് കൊടുത്തേക്കാം. സെലോണ ഇങ്ങനെ ചറ പറാന്ന് സമ്മാനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുക. ഓഡിയൻസ് ആണെങ്കിൽ കഴിഞ്ഞ റൗണ്ടിൽ ഉത്തരവും പറഞ്ഞില്ല. കാരണം എനിക്ക് തോന്നുന്നു അവർക്ക് ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് മനസ്സൊക്കെ ഇങ്ങനെ ടെൻഷനൊക്കെ ആയിട്ട് സ്ട്രെസ് ആയിട്ട് ഇരിക്കുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ എനർജി ലെവൽ കുറഞ്ഞു കാണും. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? എനർജി കൂട്ടാൻ എന്താ വേണ്ടേ? ഒരു ഡാൻസ് ആയാലോ? അതും ഒരു സോളോ ഡാൻസ്. സോളോ ഡാൻസ് ആയിട്ട് വരുന്നേ. സോളോ ഡാൻസിൽ നമ്മുടെ മുന്നിൽ എത്തുന്നത് ഐവിൻ ജോൺ കുണ്ടുംകുളം. വളരെ സ്നേഹത്തോടെ ഐവിൻ ജോൺ കുണ്ടുകുളത്തെ ഒരു സോളോ ഡാൻസിനായി സ്വാഗതം ചെയ്യും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. സരിഗധപഗ തക്കിട്ട തക്കജം പദ സരിഗരി തക്ക തക്കിട്ട ജം സരിഗ തകതിമി തക പദസ കിട തക തക തബഗ തരികിട തക സരി തകജം സരിഗരി സരിഗരി സ പദസ പദസ പദ സരിഗരി കിട തരികിട തക കൈജ. തിരുനടയിലുരുകും മിഴുകുതിരിയോ, വാൾമുനയിലുതിരും രുധിരകണമോ, അടിപതറാതെ ശിരസുയർത്തി നിന്ന കുരിശിൻ ചുവട്ടിലെ ധീര സ്ത്രീയെ അഭിമാനമാകുന്നു മറിയേ, അഭയമീ പാപിക്കു വിമലേ, അഭിമാനമാകുന്നു മറിയേ, അഭയമീ പാപിക്കു വിമലേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ആവേ മറിയയിൽ ആത്മാവാഗതനായി, നിന്നുദരെ വചനം മാംസം ധരിച്ച പോലെ. മധ്യേ എന്നധരമൊഴികളിൽ നമ്മെ
ഭാഗ്യമീ നിയോഗം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി മറിയമേ സ്വസ്തി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി മറിയമേ സ്വസ്തി കുരിശിൽ തിരുസുതൻ ബലി പൂർത്തിയാക്കിയിടവേ നിൻമടിയിൽ പുത്രനെ ചേർത്തു പിടിച്ചൊരമ്മേ ഉള്ളം തളരുമ്പോഴും മിഴികൾ നനയുമ്പോഴും നിമ്മടിത്തട്ടിൽ അണഞ്ഞു ഞാൻ വീണ്ടും ധീരനായി ബലി പൂർത്തിയാക്കിടട്ടെ നിൻ പ്രാർത്ഥനായേകമന്ത്രം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി മറിയമേ സ്വസ്തി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി മറിയമേ സ്വസ്തി. സലോണ, ഓ അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? പോവാം. ഇനി അവശേഷിക്കുന്നത് ഒരു റൗണ്ടാണ്. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ സ്ക്രീനിൽ കാണിക്കും. അതിൽ സലോണിക്ക് ഏത് വിശുദ്ധയാണോ ഇഷ്ടമെന്ന് ചൂസ് ചെയ്യാം. നമുക്ക് നോക്കാം ഏത് 2 വിശുദ്ധരാണെന്ന്. വിശുദ്ധ ചാവറ കുര്യാക്കോസ്, വിശുദ്ധ ലാസർ ദൈവസഹായം. ആരെയാണ് സലോണ ചൂസ് ചെയ്യുന്നത്? 2 പേരെ ഒത്തിരി ഇഷ്ടമാണെന്ന് തോന്നുന്നു. കൺഫ്യൂഷൻ ആയല്ലേ? ആരെ കുറിച്ചാണ് കൂടുതൽ അറിയാവുന്നത്? ചാവറ കുര്യാക്കോസ്. വിശുദ്ധ ചാവറ കുര്യാക്കോസ് അച്ഛനെ കുറിച്ചാണ് കൂടുതൽ അറിയാവുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: മാന്നാനം സെയിന്റ് ജോസഫ് പ്രസിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഏത്? ജ്ഞാനപീയൂഷം. ജ്ഞാനപീയൂഷം ഉറപ്പാണ്? ഉറപ്പാണ്. ഒട്ടും സംശയമില്ലെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യാം. ആൻസർ ചെക്ക് ചെയ്യാം. ജ്ഞാനപീയൂഷം ഉത്തരം ശരിയാണ്. ഈ റൗണ്ടില് ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. സലോണ സ്ക്രീനിൽ നോക്കണ്ട, കഴിഞ്ഞു. ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട്, സമ്മാനം നേടി. അപ്പൊ ആ സമ്മാനം നമുക്ക് കൊടുക്കാം. സലോണയുടെ 4 റൗണ്ട് കഴിഞ്ഞു. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. പക്ഷെ നിങ്ങൾ ഓഡിയൻസിന് ഒരു ചോദ്യം വേണ്ടേ? കുറെ പേരൊക്കെ ആലോചിക്കാൻ വേണ്ടിയിട്ട് തലയൊക്കെ റെഡിയാക്കി വെച്ചേക്കുവാണ്. ആ ചോദ്യം കൊടുത്തേക്കേ. ചോദ്യം ഇതാണ്: അസംഷൻ ഫൊറോന ദേവാലയത്തിന്റെ ആദ്യ സ്ഥിര വികാരി ആരായിരുന്നു? അസംഷൻ ഫൊറോന ദേവാലയത്തിന്റെ ആദ്യ സ്ഥിര വികാരി ആരായിരുന്നു? പോരെ ഉത്തരം അറിയാമെങ്കിൽ അവർ ഡിസ്കസ് ചെയ്യുക. അതായത് ആദ്യം മുതലേ ഉള്ള അച്ഛന്മാരുടെ പേരൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണ്ടോ? അവരിങ്ങനെ ഓരോരുത്തരായി പറഞ്ഞു കൊടുക്കണ്ട, ഇങ്ങ് പോരെ. ചരിത്രമൊക്കെ പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നു. നമ്മുടെ ഇവിടെ നല്ലൊരു കൈയ്യടി കൊടുത്തേ അവന്. ഫാദർ സർഗീസ് ഉറപ്പാണോ? ഇത്രയും പേരിരുന്നിട്ട് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു ആ ഉത്തരം. ശരിയാണേലും തെറ്റാണേലും അവൻ നല്ല ആത്മവിശ്വാസത്തോടെ വന്ന് പറഞ്ഞ്. അത് വേറെ ആരും ആ ധൈര്യം കാണിച്ചില്ല. അവന് ഞങ്ങൾ നല്ല കൈയടിയും കൊടുക്കും, പറ്റുമെങ്കിൽ സമ്മാനം കൊടുക്കും. അതെ, ആൻസർ അസംഷൻ ഫൊറോന ദേവാലയത്തിന്റെ ആദ്യ സ്ഥിര വികാരി ഫാദർ സർഗീസ് CMI. കറക്റ്റ് ആൻസർ ആണ്. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം. സമ്മാനം മേടിക്കാൻ തോന്നുന്നുണ്ടോ? വേണോ? സമ്മാനത്തിന് വേണ്ടിയാണ് അവൻ ഓടി വന്നത് തന്നെ. അങ്ങനെ ഞാൻ സമ്മാനം അങ്ങ് കൊടുത്തേക്ക്.
ഇതേപോലെ ഓടി വന്ന് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്കും കിട്ടും സമ്മാനം. ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം, പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾക്ക് സമ്മാനം കിട്ടാമായിരിക്കും. അപ്പോൾ എന്തായാലും ഉത്തരം അറിയുമെങ്കിൽ ഓടി വരിക, പ്രേക്ഷിത വാഹനയിൽ നിന്ന് സമ്മാനവുമായിട്ട് പോവുക. നമ്മുടെ സലോണ ഇവിടെ അവസാനത്തെ ചോദ്യത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. ചോദ്യം വേണ്ടേ? വേണം. 7ാമത്തെ ചോദ്യം ഇടവകയെയോ രൂപതയെയോ സംബന്ധിച്ച ചോദ്യമായിരിക്കും. ഇതിനൂടെ ഉത്തരം ശരിയാക്കിയാൽ മെമന്റോയും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗുമായിട്ടായിരിക്കും സലോണ പ്രേക്ഷിത വാഹനയിൽ നിന്ന് പോകുന്നത്. ചോദ്യത്തിന് തയ്യാറല്ലേ? തയ്യാറാണ്. എന്നാ ചോദ്യം കണ്ടാലോ? കാണാം. എന്നു മുതലാണ് വാഴവറ്റ പ്രദേശത്തേക്കുള്ള കുടിയേറ്റം ആരംഭിക്കുന്നത്? 1942. ആ ഉത്തരം പറയണതിന് മുന്നേ തന്നെ തലയാട്ടിയത് കണ്ടോ? അതെ, ഉറപ്പാ. ഇത് കറക്റ്റാണ്. സമ്മാനം ഞാൻ കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ് തലയാട്ടലും ചിരിയൊക്കെ. അതെ, മെമന്റോ എനിക്ക് അങ്ങ് തന്നേരെ. അത്ര കഷ്ടപ്പെട്ടൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ചരിത്രമൊക്കെ ഞാൻ പഠിച്ചിട്ടാണ് വന്നേക്കണത്. പക്ഷെ ആൻസർ നോക്കണ്ടേ? നോക്കണം. ആൻസർ നോക്കാം. 1942. ഉത്തരം ശരിയാണ്. 7 ചോദ്യത്തിനും 1 മിനിറ്റ് പോലും ആലോചിക്കാതെ ചറ പറന്ന് ഇതുമാതിരി ആൻസർ പറഞ്ഞ് സമ്മാനം മേടിച്ചിട്ട് ഇത്ര ചെറിയ കയ്യടിയോ? ആ, അവരുടെ ശബ്ദം കേട്ട് അവരുടെ ആവേശം കണ്ടോ നീ? എന്നൊരു കാര്യം ചെയ്യും, ആ സമ്മാനങ്ങളെല്ലാമായിട്ട് പ്രേക്ഷിത വാഹനത്തിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിക്കോളൂ. ഇത്രയും സമ്മാനങ്ങളൊക്കെ പിടിച്ച് സലോണ നിൽക്കുമ്പോൾ എനിക്കൊരു സഹതാപമൊക്കെ തോന്നുന്നു. ഇങ്ങനെ പിടിച്ച് നിൽക്കണ്ടേ, ഇനി ബാക്കി സമ്മാനം മേടിക്കുകയും കൂടെ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് വന്നേക്കുന്ന എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചാലോ? വളരെ സ്നേഹത്തോടെ സലോണയുടെ പേരൻസിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ ഇത്രയും സമ്മാനങ്ങളൊക്കെ മേടിച്ച് നമ്മുടെ വിന്നറായിട്ട് സലോണ് പോകുമ്പോൾ അപ്പച്ചൻ അമ്മച്ചിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്താണ് ഈ സമയം പറയാൻ തോന്നുന്നത്? എന്താ പറയേണ്ടതെന്നറിയില്ല, എങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിമാനം കാത്തു. അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു ഫസ്റ്റായിട്ട് എപ്പോഴും വരാറുണ്ട്. പോകുന്നപ്പോഴും പറഞ്ഞു വർഷങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ തെറ്റിപ്പോകുമായിരിക്കും. പക്ഷേ ആദ്യം തന്നെ ചോദ്യം വന്നത് വർഷമാണ്. എല്ലാം ഭംഗിയായിട്ട് പറഞ്ഞു. ദൈവാനുഗ്രഹം, ദൈവത്തിന് നന്ദി. 2 പാർട്ടിസിപ്പൻസിനെ ബാക്കി നിർത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കുക. തോബിത്തിന്റെ പുസ്തകത്തിൽ പറയുന്നു, വിശക്കുന്നവനുമായി നിന്റെ അപ്പം പങ്കിടുക, നഗ്നനുമായി നിന്റെ വസ്ത്രവും, മിച്ചമുള്ളത് ദാനം ചെയ്യുക, ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ നേട്ടങ്ങൾക്കും സമ്പത്തിനും കാരണക്കാരൻ ഈശോ തന്നെയാണ്. സമ്പത്ത് നേടാനുള്ള കഴിവും ആരോഗ്യവും നൽകുന്നതും അവിടുന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല ജീവിത സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ മറക്കാതിരിക്കാം. ഇല്ലാത്തവർ നൽകുവാനാണ് നമുക്ക് അവിടുന്ന് നൽകുന്നത്. അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് ഈശോയോട് ചേർന്ന് നിന്ന് വളരാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. Santo Mission Christainment. This is Sinu. This is Likita. Signing off. Thank you. പ്രേക്ഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാം.